ചീറ്റ് ചെയ്തപ്പോൾ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച ഒരു പെൺകുട്ടി. ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ സ്റ്റോറി ഞാൻ കേൾക്കുന്നത്. എനിക്ക് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ആൻഡ് ഈ സ്റ്റോറി വന്ന് പറഞ്ഞത് ആ കുട്ടിയല്ല, ബിക്കോസ് ആ കുട്ടി ഇത് ജീവനോടെ ഇല്ല. ആ കുട്ടിയുടെ ഫ്രണ്ടാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഇന്നലെ മേ ബി ഞാൻ ഇതൊരു സംഭവം എനിക്ക് പറഞ്ഞ പലതിൽ ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. ഞാൻ അത്രയും ഷോക്കായി പോയി. എനിക്ക് അത്രയും വിഷമം, എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു കുട്ടി പോലും അല്ല, എന്നിട്ട് എനിക്ക് അത്ര വിഷമമായി. യെസ്, ഹസ്ബൻഡ് ചീറ്റ് ചെയ്തപ്പോൾ സ്വന്തം ജീവിതം കിണറ്റിൽ ചാടി അവസാനിപ്പിച്ച ഒരു പെൺകുട്ടി സ്റ്റോറി ടൈം. ഞാൻ ഈ പറഞ്ഞ കുട്ടിയും എന്നോട് ഈ കാര്യങ്ങൾ വന്നു പറഞ്ഞ കുട്ടിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അവര് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം നമ്മുടെ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച പെൺകുട്ടിയാണ്. സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് മാരേജ് നോക്കുന്നുണ്ടായിരുന്നു. മാരേജ് നോക്കിയപ്പോഴത്തേനും സൽഗുണ സമ്പന്നൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളുടെ ഒരു പ്രപ്പോസൽ വന്നു. അയാൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ട്, പിന്നെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഇത്രയും നോക്കത്തുള്ളൂ, ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ അത് മതി. അങ്ങനെ ആളുടെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടുവാണ് കേട്ടോ. കല്യാണം കഴിപ്പിക്കുന്നതിന് മുന്നത്തെ കുട്ടിയുടെ ലൈഫ് എന്ന് വെച്ചാൽ വീട്ടിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇന്ന ഡ്രസ്സ് എടുത്ത് അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട. കുട്ടിയുടെ ലൈഫ് എന്താന്ന് ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അപ്പം എപ്പോഴും ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു, മാരേജ് ചെയ്തതിന് ശേഷം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എന്നെ എല്ലാവർക്കും കൊണ്ടുപോകായിരിക്കും, അങ്ങനെയുള്ള തോന്നൽ ഈ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ മാരേജ് കഴിഞ്ഞ് ചെന്നപ്പോൾ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ കുട്ടി അവിടെ കണ്ടത്. ഡ്രസ്സിലാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഹണിമൂൺ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ കുട്ടിയെ പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാണ്, എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അങ്ങ് കൊണ്ടുപോയില്ല. പുള്ളിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ വഴി പറയാം. സോ ഒരു ഹണിമൂൺ ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഒരു ശത ജീവിതം വീട്ടിന്റെ ഉള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ജോലി, വീട്ടുപണി എടുക്കുന്നു, ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനെ പരിചരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ജോബിനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടി കൺസീവ് ആവുകയാണ് കേട്ടോ. അങ്ങനെ കൺസീവ് ആയ സമയത്തൊക്കെ നമ്മുടെ ഈ എന്നോട് കാര്യങ്ങൾ വന്ന് പറഞ്ഞ കുട്ടീനെ ഫോൺ വിളിച്ചിട്ട് പറയാറ്, എന്നെ കാണാൻ കൊള്ളില്ല അല്ലേ, എന്നെ വലിയ രസമില്ല അല്ലേ കാണാനെന്നൊക്കെ. ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു കേട്ടോ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഓൾറെഡി ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾക്ക് ഒട്ടും തന്നെ കൂടെ ഉള്ള ഒരാളൊട്ടും കെയർ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇരട്ടിയാവും. മേ ബി അങ്ങനെയൊക്കെ അവർ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഇല്ല. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 2-3 months ആയി. കൺസീവ് ആയതിനു ശേഷം ഒരു 2-3 months ആയപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഫ്രണ്ടിനെ, എന്നോട് ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നു, എന്നെ ഇപ്പൊ ഹസ്ബൻഡ് ഒട്ടും മൈൻഡ് ചെയ്യാറില്ല, എന്നോട് മിണ്ടാറ് പോലില്ല, നേരിട്ട് ഒരു മുഖത്ത് നോക്കാറില്ല. എനിക്ക് വേണ്ടത്ര പ്രഗ്നൻസി ആകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യും, നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ കെയർ കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ അതൊന്നും അല്ല, ആള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി ഫിസിക്കലി ഉള്ള ഇതില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള കുറെ കൺസേൺസ് ഈ കുട്ടി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഫിസിക്കലി അതൊന്നും ഇല്ലാത്തതാണല്ലോ, അത് എല്ലാവർക്കും അറിയാലോ, കുറച്ച് നാളത്തേക്ക് അതില്ലാത്തതാണ് നല്ലത്. 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായിക്കോളും. പിന്നെ പ്രഗ്നൻസി ആവുമ്പോഴത്തേനും അങ്ങനെയാണ്, പക്ഷെ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. അതെന്താണ് ആള് മൈൻഡ് ചെയ്യാത്തത് എന്നെനിക്ക് അറിയത്തില്ല എന്ന് പറയാം. ഇരിക്കുന്ന സമയത്ത് തന്റെ ഹസ്ബൻഡിന് ഒട്ടും തന്നെ കെയർ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറയുവാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് പറ്റുന്ന രീതിയിൽ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയാണത് കുറച്ചു നാൾ കഴിയുമ്പം ശരിയാകും എന്നൊക്കെ പറയാണ്. അങ്ങനെ ഈ കുട്ടിയെ സത്യം പിടിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് കൺസീവ് ആയി ഏകദേശം ഡെലിവറി ഇരിക്കണ ഒരു ടൈമില് ഈ കുട്ടി തന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് ഒരു സ്ത്രീയായിട്ടുള്ള വീഡിയോ കോൾസ് കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടുപിടിച്ച് ഭയങ്കരമായിട്ട് തകരുവാണ്. എന്നെ ചൊല്ലി പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വാൺ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡിനെ, ഇനി ഇങ്ങനെ സംഭവിക്കരുത്, എനിക്ക് ഭയങ്കര വിഷമമാണ് ഇക്കാര്യം എന്ന് വാൺ ചെയ്യുന്നു. പിന്നെ അവർ വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയും സംഭവമൊന്നും ഈ ഒരു കൂട്ടുകാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴും കോൾ ചെയ്തപ്പോഴത്തേനും ഈ അവിഹിതത്തിന്റെ ഇതിന്റെ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോ ഞാനും അനുഭവിച്ചു എന്നുള്ളൊരു സംഭവം പറയുവാണ്. എന്നിട്ട് ഈ ഇൻസിഡന്റും കൂടെ പറയുന്നു. അങ്ങനെയാണ് ഈ കൂട്ടുകാർ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുന്നത്. വീണ്ടും പുള്ളി വലിയ ടേക്ക് കെയർ ചെയ്യലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, മുഖത്ത് നോക്കാറോ നല്ല സ്നേഹത്തോടെ സംസാരിക്കാറോ ഒന്നും ഇല്ല. അത് ഇത്ര വലിയൊരു കാര്യം ക്ഷമിച്ചു കൊടുത്തിട്ട് കൂടി അത് പറയണം, ഒരാൾക്കും ചാൻസ് കൊടുക്കരുത്, ഒരു ചാൻസ് പോലും ആർക്കും കൊടുക്കരുത്. അത് കഴിഞ്ഞിട്ട് ഡെലിവറി ആവുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് വൈസ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം പയ്യെ കുട്ടി വളർച്ച കിട്ടുമ്പോഴത്തേനും പിന്നെ ഫിസിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ അതും കൂടെ കേട്ടിട്ട് ഈ കുട്ടി വല്ലാണ്ട് തളർന്നു പോവാണ് കേട്ടോ. കാര്യം ആ ഒരു സമയത്ത് കുറെ മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ചിലപ്പോൾ കുഞ്ഞ് അങ്ങനെ ആരും എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് വലുതായിട്ടെങ്കിലും ഞാൻ പറയുവാണ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു കുറച്ച് നാള് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നു. അതിനുശേഷം വീണ്ടും ഹസ്ബൻഡ് വീട്ടിൽ വരുവാണ്. ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ ഇനിയിപ്പം ഫിസിക്കൽ റിലേഷൻ കാര്യങ്ങൾക്കൊന്നും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പോലും ഈ ഒരു ഹസ്ബൻഡ് ഈ കുട്ടീനെ ഒരു വൈഫായിട്ട് കാണുന്നില്ല. വീട്ടിൽ വരുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെയുണ്ട്, വൈഫ് നീ ഓക്കെ അല്ലേ, ഇതൊന്നും ഇയാൾ ചോദിക്കാറില്ല. ഇയാൾ ഈ ഒരു സ്ഥിരം പരിപാടി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അങ്ങനെ 5-6 മാസം ആയപ്പോഴത്തേനും സഹി കേട്ടിട്ട് നമ്മുടെ ഈ കുട്ടി ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ്,
ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, എന്നെ ഒരു വൈഫിനെ പോലെ ഒന്ന് പിടിക്കോ, എനിക്ക് വേറൊന്നും വേണ്ട, എന്നെ ഒന്ന് ഹഗ് ചെയ്യോ എടുക്കുകയോ ഒന്നും തന്നെ ആള് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം ഈ കുട്ടി പറയാണ് കേട്ടോ, നമ്മുടെ ഈ ഫ്രണ്ടിനോട് പറയാണ്. അപ്പൊ അവള് പറയുന്നു, അതെന്താ അങ്ങനെ, അങ്ങനെ അല്ലല്ലോ ശരിക്കും വരേണ്ടുന്നത്, ഇത്രയും നാളൊക്കെ ആയില്ലേ മാരേജ്, ഇത്രയും നാളൊക്കെ ആയില്ലേ ഡെലിവറി കഴിഞ്ഞിട്ട്, നിന്റെ ബോഡി റിക്കവർ ആയി, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അപ്പം എന്നിട്ട് ഈ കുട്ടി സഹി കേട്ടിട്ട് പറയാണ്, ഞാൻ അങ്ങോട്ട് പോയി നോക്കി, ആള് തെളിഞ്ഞു മാറ്റിയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, നിനക്ക് നാണമില്ലേ സ്ത്രീയെ, എന്റെ കുട്ടി ഇത്രയും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളൊരു കുട്ടിയാണ്, അപ്പം എനിക്ക് ഈ കുട്ടി ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനൊന്നും പറ്റുന്നില്ല, നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ച് അവപ്പോടെ അല്ലെങ്കിൽ ഭയങ്കര പുച്ഛത്തോടെ ഈ കുട്ടീനെ തെള്ളി മാറ്റുന്നുണ്ട്. ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്ക്, ആ പുള്ളി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. ഞാൻ അതോട്ട് പറയാണ്, ഒരു ചാൻസ് പോലും ആർക്ക് നിങ്ങൾ കൊടുക്കരുത്, ഒരു ചാൻസ് പോലും കൊടുക്കരുത്, വീണ്ടും അവര് അത് റിപ്പീറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ ഒരു ചാൻസ് കൊടുത്തു, നിങ്ങൾ പറയുന്നു നിങ്ങൾക്കിത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നു, നിങ്ങൾക്ക് വയ്യാണ്ടാവുന്നു, മെന്റലി നിങ്ങളെ ഡൗൺ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് ഫുള്ള് വിട്ടു പോകുന്നു എന്ന് പറയുന്നു. അവരോട് കാര്യമായിട്ട് പറയുക. വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്താൽ അവരുടെ ചോയ്സ് ആണ്. ബിക്കോസ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ലൈഫിൽ ഇല്ലെങ്കിൽ അവർക്കൊരു തേങ്ങയില്ല. എന്റെ ഈ അപരാധങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നാൽ മതി, വേണമെങ്കിൽ നിൽക്കാൻ, ഇല്ലെങ്കിൽ പൊക്കോ, ആ ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിരിക്കും. സോ ഒരു കാരണവശാലും അവരോട് നിൽക്കരുത്. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ക്യാരക്ടറുള്ള ആൾക്കാരും കൂടെ ആയിരിക്കും കേട്ടോ. കാര്യം അവർക്ക് സ്റ്റോറി ഫ്ലിപ്പ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ടായിരിക്കും. ലാസ്റ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ റിയാക്ഷൻ അവര് ഒരു വലിയ സംഭവമാക്കിയിട്ട് അവരുടെ സംഭവം ഒന്ന് ക്ലീൻ ആക്കും. അപ്പൊ നമ്മുടെ റിയാക്ഷൻ മാത്രം അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. കൊച്ചിനെയും പറക്കി എവിടെയെങ്കിലും പോയി ജോലി എടുത്ത് സ്വന്തം ലൈഫ് നോക്കിക്കൂടാറ്. നാളെ ഇഷ്ടമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുക. ആ ഒരു ചങ്കുറ്റാണ് വേണ്ടത്. ഇവിടെ സ്വന്തം ലൈഫ് എൻഡ് ചെയ്തപ്പം ആ കുട്ടിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് തന്റെ ഹസ്ബൻഡിനെയാണ്. അതുകൊണ്ടാണ് സ്വന്തം ലൈഫ് എൻഡ് ചെയ്തത്. ഒരിക്കലും അങ്ങനെ ആരെയും നമ്മളെക്കാൾ സ്നേഹിക്കില്ല. ആദ്യം നമ്മളെ സ്നേഹിക്കുക, എന്നിട്ട് മതി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. സ്നേഹത്തെ ടേക്ക് കെയർ ചെയ്തിട്ട് അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കി. ലുക്ക് മാറ്റിയിട്ട്, ഡ്രസ്സിങ് മാറ്റിയിട്ട്, അങ്ങനെ പല 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 കാര്യങ്ങളിലൂടെ ആളെ തന്റെ അടുത്തോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഒരു 10-12 അളവുകൾ ഈ കുട്ടി എടുക്കണം. എന്നിട്ടും ഇയാൾക്ക് യാതൊരു കുലുക്കില്ല. അവരുടെ ലൈഫ് എന്ന് വെച്ചാല് നാട്ടുകാരുടെ മുന്നിൽ ഹസ്ബൻഡും വൈഫും ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, സന്തുഷ്ട ജീവിതം. പക്ഷെ അകത്ത് ആ കുട്ടി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇയാള് ഒരു വൈഫായിട്ട് ഈ കുട്ടീനെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ പല പല വഴികൾ ഈ കുട്ടി നോക്കി. എന്നിട്ടൊന്നും ഇയാൾ അടുക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. ആകെ മൊത്തത്തിൽ അവഗണിക്കുക. അതാണ് ആ കുട്ടി നേരിട്ടുകൊണ്ടിരുന്നത് അവിടെ. വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇയാൾ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തല്ലോ. ഈ ആള് സ്വന്തമായിട്ട് തനിക്ക് ഇത് തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു റൂമിലാണല്ലോ ഇവർ കിടക്കുന്നത്. അപ്പം അതും ഈ കുട്ടിയോട് വന്ന് ഷെയർ ചെയ്യുന്നു. അതായത് ഫ്രണ്ടിനോട് ഒന്ന് ഷെയർ ചെയ്തപ്പോൾ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, അതെങ്ങനെയാ, അയാൾക്ക് അന്നേരം മൊറാലിറ്റി ഇല്ലേ, അയാൾ ഈ പറയുന്ന മോറൽ വാല്യൂ അതിലും അയാൾ കീപ്പ് ചെയ്യുന്നില്ലോ. സ്വന്തമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ ഇതൊരു ബിഗ് ഡീൽ അല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ തന്റെ അവഗണന, പിന്നെ വീട്ടിൽ 4 ചുവരിനുള്ളിലുള്ള ഒരു ജീവിതം, എങ്ങോട്ടും പോകാറില്ല, എടുക്കാറില്ല, അതിന്റെ കൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു ബേബി, ഇതെല്ലാം കൊണ്ട് ഈ കുട്ടി ആകെ തളർന്ന ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. മാർച്ചിൽ ആണ് കേട്ടോ ഈ കുട്ടി മരിക്കണതിന് 2 ദിവസം മുന്നേ നമ്മുടെ ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ്, എടി ഞാൻ ഇന്ന് പുള്ളിയുടെ ഫോണിൽ ചെക്ക് ചെയ്യാൻ പോവാണ്, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ നിൽക്കില്ല. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ആളെ വേണ്ടെന്ന് വയ്ക്കും, ഞാൻ ഡിവോഴ്സ് വയ്ക്കും, കൊച്ചുമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം. അപ്പൊ ഈ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, ഓക്കെ നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്, എന്തായാലും നോക്ക്, നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഫോൺ നോക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് 2 days കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് അറിയുന്നത് ഈ കുട്ടി മരിച്ചു, കിണറ്റിൽ ചാടി മരിച്ചു എന്നാണ് അറിയുന്നത്. മേ ബി ഫോണിൽ എന്തെങ്കിലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഉറപ്പായിട്ടും. പക്ഷേ ഈ ഫ്രണ്ടിനെ ഫോളോ അപ്പ് ചെയ്യാനോ തിരിച്ചു ചോദിക്കാനോ പറ്റില്ല. ഫ്രണ്ടിന് ഒരു കുഞ്ഞൊക്കെയുള്ളതാണ്. പുള്ളിക്കാരത്തിയുടെ കുഞ്ഞിന് വയ്യാണ്ട് അഡ്മിറ്റ് പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എന്താണ് ഈ കുട്ടി അറിയുന്നത് ഈ സംഭവം. അതിപ്പോ ജീവിച്ചിരിക്കില്ല.
ആൻഡ് ഈ ഹസ്ബൻഡ് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാക്കില്ല കുട്ടിയുടെ അമ്മയ്ക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, കുട്ടിക്ക് മാനസിക രോഗമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ തെളിഞ്ഞ ഈ കുട്ടി ഡിപ്രഷൻ പോലുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഈ കുട്ടി ഒരു ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫോ ഇത്രയും അവഗണിക്കപ്പെടുന്നുണ്ടായിരുന്നു, ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്നുള്ളതിന് ഒരു കാര്യം, ഒരു തെളിവ് ഈ കുട്ടി വെക്കാണ്ടാണ് ഈ കുട്ടി മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോഴും ഒരു ജെന്റിൽമാൻ ആയിട്ട് നാട്ടിൽ ഇങ്ങനെ തലയും ഉയർത്തി നടക്കുന്നുണ്ട്. ആൻഡ് ഇയാൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ അത് വിശ്വസിക്കില്ല. ബിക്കോസ് അയാളുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്തെന്ന് പറയാനുള്ളത്, വർക്ക് പ്ലേസിലുള്ള ഒരു ലേഡിയായിട്ടായിരുന്നു ഇയാൾക്ക് റിലേഷൻഷിപ്പ്. അവരുടെ വൈഫ്, അവരുടെ ഹസ്ബൻഡ് ഗൾഫിലുണ്ടായിരുന്നു, ഇപ്പൊ അയാളുടെ നാട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ആൻഡ് ഈ കുട്ടി ഈ ലേഡീനെ കോൺടാക്ട് ചെയ്തപ്പം അവർ ചിരിച്ചു പൂച്ചിട്ടാണ് വെച്ചിട്ട് പോകും, അങ്ങനെയുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കിട്ടും. അത്രേ ഉള്ളൂ.